ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ അതുല്യ പ്രതിഭകളിലൊരാളാണ് KG ജോർജ്. മലയാളത്തിൽ 19ഓളം സിനിമകളാണ് അദ്ദേഹം സമ്മാനിച്ചത്. അതിലെ യവനിക, ഇരകള്, ആദാമിന്റെ വാരിയല്, കോലങ്ങൾ പോലുള്ള കൾട്ട് ക്ലാസിക് മൂവികളും അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. മലയാള സിനിമയിലെ ഇന്നത്തെ തലമുറ ഏറ്റവും അധികം ആരാധനയോടെ കാണുന്ന ഒരു വ്യക്തിയാണ് KG ജോർജ് സാർ. പക്ഷെ വേണ്ടത്ര രീതിയിലൊരു അംഗീകാരം മലയാള സിനിമ അദ്ദേഹത്തിന് കൊടുത്തെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം കേരളത്തിലല്ല വേറെ എവിടെയെങ്കിലും ആയിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നെങ്കിൽ ഈ ലോകം അദ്ദേഹത്തിന് വാഴ്ത്തപ്പെട്ടു. അത്രത്തോളം പ്രതിഭാശാലിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇൻസ്റ്റിറ്റ്യൂട്ട് പഠന കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം മദ്രാശിയിൽ സിനിമ അന്വേഷിച്ച് നടക്കുകയും രാമുക്കാരിയായിട്ട് അസിസ്റ്റന്റ് ആയിട്ട് മാറുകയും ആ വേളയിലാണ് അദ്ദേഹം സ്വപ്നാടനം എന്ന സിനിമയായിട്ട് മലയാള സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്നത്. അതൊരു ഒന്നൊന്നര വരവാണ് പറയാം. സ്വപ്നാടനം എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആയ സിനിമയാണ്. ഒരുപക്ഷെ സക്സസ് കൊടുത്തതിന്റെ ഹാങ് ഓവറിന്റെ പിന്നീട് വന്ന ഒന്ന് രണ്ട് സിനിമകൾ അതിന് പരാജയമായി മാറി. വേണ്ടത്ര ശ്രദ്ധയൊന്നാണ്ട് തല്ലിക്കൂട്ടിയെടുത്ത സിനിമകൾ പോലെ അത് മാറിയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് KG ജോർജ് സാറിന് തന്നെ അറിയായിരുന്നു തന്റെ വിജയത്തിന്റെ ഒരു തുടർച്ചയായിട്ട് വന്ന സിനിമകളൊക്കെ ആ ഒരു അലസതയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ട് നമ്മുടെ കരിയർ ഒരു പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ട്രാക്കിൽ നിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും സ്വന്തം ട്രാക്കിലേക്ക് തിരിച്ചു വരികയും അതിനുശേഷം യവനിക, കോലങ്ങൾ, ഇരകൾ, ആദാമിന്റെ വാരിയൽ പോലുള്ള സിനിമകളൊക്കെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കരിയർ നല്ല പീക്ക് ലെവലിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന് സിനിമയുടെ ഒരു പാർട്ടായി മാറുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു അഭിമാന നിമിഷമായിട്ട് താരങ്ങളൊക്കെ കാലത്ത് കരുതിയിരുന്നു. അപ്പൊ ആ ഒരു പ്രതാപ കാലഘട്ടത്തിൽ അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞിരിക്കുന്ന സമയം അങ്ങനെ കരിയർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു 84, 88 ഒക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് 4 സിനിമ റിലീസായി. മറ്റൊരാള്, ഈ കണ്ണികയുടെ, കഥയുടെ അന്ത്യം, കഥയ്ക്ക് പിന്നിൽ, ഈ 4 സിനിമകളാണ് ആ സമയത്ത് റിലീസായത്. ഈ 4 സിനിമകളും അമ്പേ പരാജയമായി. അപ്പൊ അദ്ദേഹത്തിന് തന്നെ സംശയമായി. തന്റെ മുൻകാല ചിത്രങ്ങൾ എല്ലാ രീതിയിലും ഇപ്പൊ വാണിജ്യപരമായിട്ട് വലിയ സക്സസ് ആയാലേ പോലും ക്രിട്ടിക്സ് പരമായിട്ട് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ സിനിമകളില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ 4 സിനിമകൾ വേണ്ടത്ര ഒരു രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല? പ്രേക്ഷകനും ഏറ്റെടുത്തില്ല, അല്ലെങ്കിൽ മറ്റ് ജീനിയസുകളൊക്കെ പടത്തെ ഡിസ്കസ് ചെയ്യലും അവരും ഈ സിനിമകളെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. അപ്പൊ KG ജോർജിന്റെ ഒരു പ്രധാന കാലഘട്ടം കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ സിനിമകൾ ഈ പാർട്ടിനായിരിക്കും എന്നൊക്കെ ആൾക്കാർ വിധി എഴുതാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് KG ജോർജ് സാറിന് തോന്നിയത് നമ്മുടെ ഒരു രീതിയിൽ മാറി തുടങ്ങി. നമ്മൾ മാറേണ്ട സമയമായി, നമ്മൾ മാറാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സിനിമ വിട്ടു പോകണം. ഇങ്ങനെ പരാജയം കൊടുത്താൽ ഒരു പരാജിതനായിട്ടുള്ള ഡയറക്ടറായിട്ട് കാലം നമ്മളെ വിസ്മരിച്ചു പോകുന്ന അദ്ദേഹം മനസ്സിലായിരുന്നു. അപ്പോൾ സിനിമയുടെ 90 ആയിട്ട് സിനിമയുടെ ഗ്രാഫ് മൊത്തം മാറി, താരങ്ങൾ സിനിമ നിയന്ത്രിക്കുന്ന അവസ്ഥയെത്തി, ടെക്നോളജി വളർന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി ആ സിനിമയിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ അതേ രീതിയിൽ അപ്ഡേറ്റ് ആവുന്ന അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ ഈ 4 സിനിമകളുടെ പരാജയത്തിന് ശേഷം വലിയൊരു ഗ്യാപ്പ് എടുത്തു. ആ ഗ്യാപ്പിന് ശേഷം 98 അദ്ദേഹം ഇലവൻകുടി ദേശം എന്ന സിനിമ ഡയറക്ട് ചെയ്തു. ഇലവൻകുടി ദേശം എന്ന് പറഞ്ഞ സിനിമ KG ജോർജ് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ സിനിമാ ജീവിതത്തിന്റെ ഒരു ആണിക്കല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതോടുകൂടി അദ്ദേഹം പല രീതിയിലും അദ്ദേഹം ഒരു എന്നാ പറയുന്നത് സിനിമ വിട്ടു പോകുക മാത്രമല്ല, ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികളായിരുന്നു ഇലവൻകുടി ദേശം എന്ന സിനിമ അദ്ദേഹം സമ്മാനിച്ചത്. ക്ലീറ്റസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് സാറിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ലൈനപ്പ് ഉണ്ടായിരുന്നു. ഏത് തരം സിനിമകളാണ് നമ്മൾ ചെയ്യണം, അതായത് നമ്മുടെ കരിയർ ഒത്തിരി നാളുണ്ടാവില്ല. ഉള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഇന്ന ജോണറിലായിരിക്കും അതിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവർ പൊളിറ്റിക്കൽ സറ്റയർ ഉണ്ടാവണം, ഒരു ഫാമിലി ഡ്രാമ ഉണ്ടാവണം, അതുപോലെ സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് പടങ്ങൾ വരണം, സൈക്കോ കില്ലർ ഉണ്ടാവണം, അങ്ങനത്തെ തീം ഉണ്ടാവണം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ പോലത്തെ പടം, അങ്ങനെ കുറെ ലൈനപ്പ് വെച്ചായിരുന്നു അദ്ദേഹം സിനിമകളെ സെലക്ട് ചെയ്തിരുന്നത്. അപ്പൊ ആ ലൈനപ്പിൽ ഉണ്ടായിരുന്ന ഒരു സിനിമ അതായത് പീരിയഡ്, അതായത് ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന ഒരു പീരിയഡ് മൂവി എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രതാപ കാലഘട്ടത്തിൽ അങ്ങനെ സിനിമ എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 98 ആയപ്പോൾ അദ്ദേഹത്തിന് ഒരു അവസരം വന്നു. അപ്പൊ അങ്ങനെ സിനിമയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. പഴയ കാലഘട്ട സിനിമ പറയുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഉപകരണങ്ങളും ഫർണിച്ചേഴ്സ് ഒക്കെ പഴമ നിലനിർത്തുന്നതായിരിക്കണം. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കുറച്ച് കസാരകളും കാര്യങ്ങളൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ ഒരു കോസ്റ്റ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഭയന്നു പോയി. കാരണം അദ്ദേഹം തുടക്ക കാലഘട്ടത്തിൽ ഒരു സിനിമ നിർമ്മിച്ച എമൗണ്ട് ആണ് ഈ പറഞ്ഞ എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ എത്താൻ വേണ്ടിയായത്. അപ്പോൾ സിനിമയുടെ കോസ്റ്റ് വൈസിൽ ഒരുപാട് മാറ്റം ഉണ്ടായെന്ന് അദ്ദേഹം തിരിച്ചറിവുണ്ടായി. പിന്നെ ഈ സിനിമയിലെ നായകനായിട്ട് വന്നത് മമ്മൂട്ടിയാണ്. കാരണം ഇവർ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് ഒരു ഗുരുദക്ഷിണ പോലെയാണ് മമ്മൂട്ടി സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷെ ആ ഗുരുദക്ഷിണ ഗുരുവിന് പിന്നെ പാരയായി മാറിയെന്ന് വേണം പറയാം. 98 എത്തിയപ്പോഴത്തേനും KG ജോർജ് സാർ പണ്ട് കണ്ട മമ്മൂട്ടി ആയിരുന്നില്ല 98 വന്നപ്പോൾ. പുള്ളി മെഗാസ്റ്റാറായി, പുള്ളിക്ക് ഫാൻസുകളായി, സിനിമയെ മൊത്തത്തിൽ പുള്ളി കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഡയറക്ടർ രീതിയിൽ കഥയും കഥാപാത്രങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിട്ട് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണോ ഫ്രെയിം വേണ്ടത്, അവിടെ എങ്ങനെയാണ് ക്യാമറ പോകേണ്ടത് എന്നൊക്കെ ഒരു ഡയറക്ടർ തീരുമാനിക്കുമ്പോൾ അത് അങ്ങനെ വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മമ്മൂട്ടി എത്തിപ്പെട്ടായിരുന്നു. കാരണം എന്റെ പ്രേക്ഷകർ എന്നെ കാണേണ്ടത് ഇങ്ങനത്തെ രീതിയിലാണ്, എന്നെ ബൂസ്റ്റപ്പ് ചെയ്യണം, എന്നെ മാത്രം ബൂസ്റ്റപ്പ് ചെയ്യാൻ പാടുള്ളൂ, എന്നെ എല്ലാവരും പൊക്കി പറയണം
എന്ന രീതിയിലൊക്കെ മമ്മൂട്ടിയുടെ മൈൻഡ് സെറ്റ് മാറിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് ജോർജ് സാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കോളും. എന്ന് വെച്ചാൽ തുടക്കത്തില് യവനിക പോലെയുള്ള സിനിമകൾ, മറ്റുള്ള പോലെയുള്ള സിനിമ, മേള പോലുള്ള സിനിമകളിലൊക്കെ നല്ല നല്ല വേഷങ്ങൾ കൊടുത്ത് മമ്മൂട്ടി ഒന്ന് പതറിയിരിക്കുന്ന സമയത്ത് കൈ പിടിച്ചുയർത്തിക്കൊണ്ട് വന്ന ഒരു ഡയറക്ടറെ പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു പ്രതാപ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ ഡേറ്റ് കൊടുത്ത് അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ഇല്ലായ്മപ്പെടുത്തി കളഞ്ഞ അവസ്ഥയാണ് മമ്മൂട്ടി. ഒരു ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് സിനിമ തുടങ്ങി സിനിമയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ജാട ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാണ്. താരമായി മാറിയ മമ്മൂട്ടിക്ക് സിനിമയുടെ എല്ലാ മേഖലയിലും എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ അഭിപ്രായം പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന മമ്മൂട്ടിയെ വെറുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടെന്ന് ജോർജ് സാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മമ്മൂട്ടിയുടെ ശല്യം ആ സിനിമയിൽ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയിക്കുന്ന സമയത്താണ് പ്രൊഡ്യൂസർമാരുടെ ഇടയ്ക്കുന്ന കുറെ പ്രശ്നങ്ങൾ, വേണ്ടത്ര രീതിയിലുള്ള ഫണ്ട് തരുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നു. അങ്ങനെ സിനിമ എങ്ങനെയൊക്കെയോ തല്ലിക്കൂട്ടി പുറത്തിറങ്ങി വേണ്ടത്ര രീതിയിൽ വിജയിച്ചില്ല. അതിന്റെ വിതരണം എടുത്തിരുന്നത് മാക്കേലിയാണ്, മാക് പ്രൊഡക്ഷന്റെ മാക്കേലിയായിരുന്നു അതിന്റെ വിതരണം എടുത്തിരുന്നത്. പല ഒരു രീതിയിലും ഒരു സക്സസ്ഫുൾ ആയ സിനിമയായിരുന്നില്ല. അപ്പൊ ആ സിനിമയോടുകൂടി KG ജോർജ് സാറിനെ ആർക്കോ ചേർന്ന് ഇല്ലായ്മപ്പെടുത്തി കളയണം, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു ഡയറക്ടർ മലയാള സിനിമ വേണ്ടാന്ന് ഒരു മുൻവിധിയോട് കൂടിയാണ് സിനിമയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് തോന്നുന്നത്. സിനിമയെല്ലാം കഴിഞ്ഞു, സിനിമയെല്ലാം മുന്നോട്ട് പോയി, അതിന്റെ പരാജയമോ വിജയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സ്വസ്ഥമായിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പിന്നീട് ഒരു ചെക്ക് ചെയ്യുക സത്യത്തെ തേടി വരികയാണ്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ക്ലീറ്റസ് KG ജോർജ് സാർ കൊടുത്ത ഒരു ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിന്നെ കോർട്ടിൽ പോവുകയും പിന്നെ അതിന്റെ ഭാഗമായിട്ട് കുറേ വർഷം അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നു വന്നു. ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് വർഷം ഗ്യാപ്പ് എടുത്ത് ഒരു സിനിമയ്ക്ക് വേണ്ടി വരികയും ആ സിനിമയിൽ വരുന്ന മാനസിക പ്രശ്നം കാരണം ആ സിനിമ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ എടുക്കാൻ പറ്റാതെ വരികയും പിന്നീട് ആ സിനിമയിൽ പരാജയമായി മാറുകയും അതൊക്കെ കഴിഞ്ഞ് സിനിമ വേണ്ടാന്ന രീതിയിൽ വീട്ടിലേക്ക് വന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ ആ സിനിമയിലെ പ്രൊഡ്യൂസർ ചെക്ക് കേസായിട്ട് വീണ്ടും വരുന്നു. പിന്നെ അതിന്റെ പിന്നാലെ വർഷങ്ങളോളം അലഞ്ഞിരേണ്ടി വന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് സെറ്റിലായിരുന്ന ജോർജ് സാർ നേരെ കൊച്ചിയിലേക്ക് വരുന്നു. ബാബു സെറ്റ്, കൺമണി ബാബു സാറാണ് പുള്ളിക്ക് അവിടെ താമസിക്കാൻ ഒരു സെറ്റപ്പ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. പിന്നെ അവിടുന്ന് കോടതി പോയി വരവായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് വന്നു ചേരുന്നു. അവസാനം അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം രണ്ടു കൂട്ടരും അടുത്ത് ആ കേസ് അങ്ങനെ ഇല്ലാണ്ടായി പോയി. അപ്പൊ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ ഈ ഒറ്റ സിനിമയോടുകൂടി അദ്ദേഹത്തിന് വന്നു ചേർന്നു. കൊടുക്കാത്തൊരു ചെക്കിന്റെ പേരും പറഞ്ഞാണ് ഇത്രത്തോളം ഭൂകിലുണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞ എന്റെ വിതരണക്കാരനായിരുന്ന മാക് അലിക്കാണ് ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ടിട്ട് കൊടുത്തത്. പക്ഷെ ആ ചെക്ക് അവരുടെ കയ്യിൽ നിന്ന് ക്ലീറ്റസ് കൈക്കലാക്കുകയും അതിലൊരു 1 ലക്ഷം രൂപ എമൗണ്ട് എഴുതി ചേർത്ത് അത് ബാങ്കിൽ കൊണ്ടു കൊടുത്ത് അതിനുശേഷമാണ് ഇങ്ങനത്തെ കേസും ഭൂലായിട്ട് വന്നത്. അതായത് ഒരു ലെജൻഡറി ഡയറക്ടറെ നമ്മൾ സ്വീകരിച്ച രീതിയാണിത്. 98 കൂടി അദ്ദേഹം സിനിമാ ഫീൽഡിൽ നിന്ന് പൂർണ്ണമായിട്ട് പോവുകയും അതിനുശേഷം അദ്ദേഹം ഒരു 10-26 വർഷം നമുക്കൊപ്പം ഈ മലയാളക്കല്ലുണ്ടായിരുന്നു. മലയാള സിനിമയിൽ ഒരാൾ പോലും അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ ഒരു അംഗീകാരം കൊടുക്കാനോ തയ്യാറായില്ല. മമ്മൂട്ടിയൊക്കെ 26 വർഷം കൊണ്ടൊക്കെ വലിയ വലിയ സ്റ്റാറായി മാറി. പക്ഷെ സിനിമയാണ്, നമുക്ക് വിജയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കൂടെ ആൾക്കാരുണ്ടാവുള്ളൂ. അതൊക്കെ റിയാലിറ്റി ആണെങ്കിൽ പോലും നമ്മൾ ബോധപൂർവം ഇങ്ങനെയുള്ള ആൾക്കാരെ മറക്കാൻ ശ്രമിച്ചു. ഇന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ഇപ്പൊ ലോകത്തിൽ നിലവാരമുള്ള ഒരു ഡയറക്ടറെ നമ്മുടെ മലയാള സിനിമ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. എൻ്റെ പേഴ്സണലി ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടറിഞ്ഞപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരണമെന്ന് തോന്നി. പിന്നെ എൻ്റെ വീഡിയോയിൽ എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് ചിലരൊക്കെ വീഡിയോയിൽ കമന്റ് പറയാറുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. അതെനിക്കും മനസ്സിലാവുന്നില്ല. ഞാൻ നോർമലാണ് സംസാരിക്കുന്നത്. പക്ഷെ മൈക്കിന്റെ പ്രശ്നമാണോ എന്തിന്റെ പ്രശ്നമാണോ അറിയില്ല, എൻ്റെ വാക്കുകൾ കറക്റ്റായിട്ട് ക്ലിയർ ആവുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പൊ KG ജോർജ് സാറ് മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ കുറിച്ചും അദ്ദേഹം സിനിമ വിട്ടുപോകാനുള്ള കാരണത്തെക്കുറിച്ചും ആ കാരണക്കാരായ ആൾക്കാരെ കുറിച്ചും ചെറിയൊരു വീഡിയോ അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വന്നിട്ട് ബൈ.